പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പഠിക്കുമ്പോൾ ഉറക്കം വരുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒരു വഴക്കിന് തന്നെ കാരണമാകുന്നതിൻ്റെ ഒരു കാരണം പഠിക്കുമ്പോൾ ഉറക്കം വരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന സമയത്ത് എങ്ങനെ ഉറക്കം ഒഴിവാക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ഈ 7 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പഠന സമയത്തെ ഉറക്കം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പഠന സമയത്തുള്ള ഉറക്കം വലിയ പ്രശ്നമാണ്. അത് പഠനത്തെ മോശമായി ബാധിക്കുകയും ചെയ്യാറുണ്ട്. ഈ പ്രശ്നത്തെ എങ്ങനെ മറികടക്കാമെന്ന് നമുക്ക് നോക്കാം. പഠനത്തിനിടയിൽ ഉറക്കം വരുന്നത് പല വിദ്യാർത്ഥികളെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. എത്ര ശ്രമിച്ചാലും ഉറക്കത്തെ പിടിച്ചു നിർത്താൻ കഴിയാതെ വരുമ്പോൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസമാകും. ഇത് പഠന നിലവാരത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. എന്നാൽ ഈ പ്രശ്നത്തെ ശാസ്ത്രീയമായ ചില മാർഗങ്ങളിലൂടെ നമുക്ക് മറികടക്കാൻ സാധിക്കും. പഠനത്തോടൊപ്പം ആരോഗ്യപരമായ ചില ശീലങ്ങൾ കൂടി പിന്തുടർന്നാൽ ഉറക്കമില്ലാതെ കാര്യക്ഷമമായി പഠിക്കാൻ കഴിയും. വിരസമായ പഠനരീതിയാണ് ഉറക്കത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. ഒരേ സ്ഥലത്ത് ഒരേ രീതിയിൽ മണിക്കൂറുകളോളം ഇരുന്ന് പഠിക്കുന്നത് തലച്ചോറിന് മടുപ്പുണ്ടാക്കും. അതുകൊണ്ട് തന്നെ പഠന രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നത് വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന്, വെറുതെ വായിച്ചു പോകുന്നതിന് പകരം പ്രധാന പോയിന്റുകൾ കുറിച്ചെടുക്കുകയോ സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്യുകയോ ചെയ്യാം. ഇത് പഠനത്തെ കൂടുതൽ രസകരമാക്കുകയും മനസ്സിനെ ഉണർവോടെ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. പഠന വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യം ഉണ്ടാകുമ്പോൾ ഉറക്കം താനേ അകന്നു പോകും. ഒന്നാമത്തെ കാര്യം കൃത്യമായ ഉറക്കമാണ്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തലച്ചോറിന് കൃത്യമായ വിശ്രമം ആവശ്യമാണ്. രാത്രിയിൽ 7 മുതൽ 8 മണിക്കൂർ ഉറങ്ങുന്നത് തലച്ചോറിനെ ഉന്മേഷമുള്ളതാക്കി നിലനിർത്തുന്നു. അത് പഠന സമയത്ത് ഉറക്കം വരുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് ഉറങ്ങാൻ പഠിക്കുക എന്നത് പ്രധാനമാണ്. രണ്ടാമത്തെ കാര്യം ചെറിയ ഇടവേളകൾ എടുക്കുക എന്നതാണ്. തുടർച്ചയായി ദീർഘനേരം പഠിക്കുന്നത് തലച്ചോറിന് മടുപ്പുണ്ടാക്കും. ഓരോ 45 അല്ലെങ്കിൽ 50 മിനിറ്റിന് ശേഷവും 5 മുതൽ 10 മിനിറ്റ് വരെ ഇടവേള എടുക്കുന്നത് ഉചിതമാണ്. ഈ ഇടവേളകളിൽ എഴുന്നേറ്റ് നടക്കുകയോ വെള്ളം കുടിക്കുകയോ ചെറിയ വ്യായാമങ്ങൾ ചെയ്യുകയോ ചെയ്യാം. ഇത് തലച്ചോറിനെ ഉണർവോടെ നിർത്താൻ സഹായിക്കും. മൂന്നാമത്തെ കാര്യം പഠനസ്ഥലം മാറ്റുക എന്നതാണ്. ഒരേ സ്ഥലത്തിരുന്ന് പഠിക്കുന്നത് മടുപ്പുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇടയ്ക്ക് പഠനസ്ഥലം മാറ്റുന്നത് പുതിയൊരു ഉന്മേഷം നൽകും. ഉദാഹരണത്തിന്, ലൈബ്രറിയിലോ പാർക്കിലോ അല്ലെങ്കിൽ വീടിന്റെ മറ്റൊരു മുറിയിലോ ഇരുന്ന് പഠിക്കുന്നത് ഒരു മാറ്റമായിരിക്കും. അത്തരം ഒരു മാറ്റം വരുത്താൻ ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം പോഷകാഹാരം കഴിക്കുക എന്നതാണ്. അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഉറക്കത്തിന് കാരണമാകും. എന്നാൽ പോഷകങ്ങൾ അടങ്ങിയ ലഘുഭക്ഷണങ്ങൾ കഴിക്കുന്നത് തലച്ചോറിന് ഊർജം നൽകും. പഴങ്ങൾ, നട്ട്സ്, തൈര് എന്നിവ പോലുള്ള ലഘുഭക്ഷണങ്ങൾ പഠന സമയത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഒപ്പം ധാരാളം വെള്ളം കുടിക്കേണ്ടതും അത്യാവശ്യമാണ്. അഞ്ചാമത്തെ കാര്യം പഠന രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക എന്നതാണ്. എപ്പോഴും ഒരേ രീതിയിൽ പഠിക്കുന്നത് മടുപ്പും വിരസതയും ഉണ്ടാക്കാം. വായിക്കുന്നതിന് പകരം സ്വന്തമായി എഴുതി പഠിക്കുക, ഉയർന്ന ശബ്ദത്തിൽ വായിക്കുക, സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്ത് പഠിക്കുക എന്നിവയെല്ലാം ഉറക്കം വരുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. ആറാമത്തെ കാര്യം പഠന സമയത്ത് എഴുന്നേറ്റ് നിൽക്കുക എന്നതാണ്. ഇടയ്ക്കിടെ എഴുന്നേറ്റ് നിൽക്കുന്നതും ഇരിക്കുമ്പോൾ തന്നെ ശരീരത്തിന് ചെറിയ ചലനങ്ങൾ നൽകുന്നതും ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കും. ഇത് ഉറക്കം ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒരു ലളിതമായ മാർഗമാണ്. ഏഴാമത്തെ കാര്യം മുഖം കഴുകുക എന്നതാണ്. ഉറക്കം വരുന്നു എന്ന് തോന്നുമ്പോൾ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുന്നത് വളരെ ഫലപ്രദമായ ഒരു മാർഗമാണ്. തണുത്ത വെള്ളം ശരീരത്തിന് ഉന്മേഷം നൽകുകയും തലച്ചോറിനെ ഉണർത്തുകയും ചെയ്യും. ഉറക്കം എന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായൊരു കാര്യമാണ്. എങ്കിലും പഠന സമയങ്ങളിൽ അതിനെ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതശൈലിയിലും പഠന രീതിയിലും ഉൾപ്പെടുത്തുകയാണെങ്കിൽ പഠനം കൂടുതൽ കാര്യക്ഷമവും ഉന്മേഷഭരിതവുമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കൃത്യമായ ആസൂത്രണത്തിലൂടെയും ശരിയായ ശീലങ്ങളിലൂടെയും ഉറക്കത്തെ അതിജീവിച്ച് പഠനത്തിൽ മികച്ച വിജയം നേടാൻ നിങ്ങൾക്ക് കഴിയും. ഓർക്കുക, നിങ്ങളുടെ ലക്ഷ്യമാണ് നിങ്ങളുടെ പ്രചോദനം.